അസ്സലാമു അലൈക്കും. നോമ്പുതുറകൾ യഥാർത്ഥത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്താണ്. എന്നാൽ ആ പുണ്യകർമ്മത്തിന്റെ മറവിൽ പരിശുദ്ധ റമളാനിന്റെ പവിത്രതയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നു. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ സൗഹൃദ കൂട്ടായ്മകളിലും പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലും ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് മിക്സഡ് ഇഫ്താറുകൾ. അന്യപുരുഷന്മാരും സ്ത്രീകളും യാതൊരു മറയുമില്ലാതെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചും ഇടകലർന്നും വെറുമൊരു ആഘോഷവേദിയായി ഇത്തരം നോമ്പുതുറകൾ മാറുകയാണ്. ഇത് ഇസ്ലാമിക ശരീഅത്തിലെ അടിസ്ഥാന നിയമങ്ങളോടുള്ള ലംഘനവും പരിശുദ്ധ റമളാനിന്റെ പവിത്രതയെ അപമാനിക്കലുമാണ്. നോമ്പിന്റെ ലക്ഷ്യം തഖ്വയാണ്, അഥവാ ജീവിതത്തിലെ സൂക്ഷ്മതയാണ്. പകലന്തിയോളം ഇബാദത്തുകൾ ചെയ്ത് കാത്തിരിക്കുന്ന ആ നോമ്പുതുറയുടെ സമയത്ത് അന്യരുമായി ഇടകലർന്ന് ആ പരിശുദ്ധ റമളാനിന്റെ മുഴുവൻ സൂക്ഷ്മതയും നമ്മൾ നശിപ്പിച്ചു കളയണം. ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിലപ്പെട്ട സമയത്താണ് ഇത്തരം ഹറാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. പരിശുദ്ധ റമളാനെ അവഹേളിക്കുന്ന ഈയൊരു വലിയൊരു തെറ്റ് റബ്ബിന്റെ വലിയ കോപത്തിന് ഇടയാക്കുമെന്ന് നാം ഓർക്കുക. നമ്മുടെ മക്കളെ ഇത്തരം സദസ്സുകളിൽ നിന്നും കർശനമായി വിലക്കുക. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച പരിശുദ്ധിയിൽ റമളാനെ ഉൾക്കൊള്ളാനും അമലുകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.